എൻ്റെ ഒരു പുസ്തകത്തിന് മലയാറ്റൂർ ഒരിക്കലും ഒരു അവതാരിക എഴുതി തന്നു. ഞാൻ ഈ അവതാരിക കിട്ടിയ ഭാഗ്യത്തിൽ ഞാൻ കോട്ടയത്ത് DC ബുക്സിലെത്തി. പക്ഷേ DC ബുക്സിലെ ഉള്ളിലുള്ള ആൾക്കാരെല്ലാവരും പറഞ്ഞു ഇത് മലയാറ്റൂർ എഴുതിയതല്ല, മറ്റാരോ എഴുതിയത് നിങ്ങൾ മലയാറ്റൂരിൻ്റെ പേരിൽ കുറിച്ച് തന്നതാണ് എന്ന് പറഞ്ഞു. അവസാനം ഞാൻ മലയാറ്റൂരിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടി വന്നു. ഈ ആമുഖം ഞാൻ തന്നെ എഴുതിയതാണെന്നും ഇത് എൻ്റെ തന്നെ വാക്കുകളാണെന്നും എഴുതി. അങ്ങനെ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അത് നല്ല ഓർമ്മകളാണ്. കാര്യം നമുക്ക് ബ്രാം സ്റ്റോക്കറിൻ്റെ ട്രാക്കുളയും ഷെർലക് ഹോംസിൻ്റെ കഥകളും ഒക്കെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ എഴുത്തുകാരൻ കൂടിയായിരുന്നു മലയാറ്റൂർ. അദ്ദേഹത്തിൻ്റെ IAS സർവീസ് സ്റ്റോറിയൊക്കെ ഒരുപാട് ആളുകൾ വായിച്ച പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ യന്ത്രം ഏറ്റവും പ്രശസ്തമായ കൃതിയായിരുന്നു. അപ്പോൾ നമുക്കിനി ചെറുകഥ, നോവൽ, തിരക്കഥ, വിവർത്തനം, ലേഖനങ്ങൾ, ആത്മകഥ, കാർട്ടൂൺ തുടങ്ങി ബഹുമുഖ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 28 വർഷം. തലമുറകളെ വല്ലാതെ സ്വാധീനിച്ച മലയാറ്റൂരിന്റെ യക്ഷിയും വേരുകളും യന്ത്രവും പൊന്നിയും മലയാളത്തിന്റെ സൗഭാഗ്യം. ഡോക്ടർ വേഴാമ്പൽ, ദ്വന്ദ്വയുദ്ധം, അനന്തചര്യ, നെട്ടൂർമഠം, ആറാം വിരൽ, മുക്തിചക്രം, സ്വരം, മനസ്സിലെ മാണിക്യം, രക്തചന്ദനം, തുടക്കമൊടുക്കം, മൃതിയുടെ കവാടം, അങ്ങനെ മലയാളി വായിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നിരവധി കൃതികൾ. 1927 മെയ് 27 പാലക്കാട് ജില്ലയിലെ KR വിശ്വനാഥ അയ്യരുടെയും ജാനകി അമ്മാളിന്റെയും മകനായി ജനിച്ച KV രാമകൃഷ്ണ അയ്യർ എന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ അധ്യാപകനായും അഭിഭാഷകനായും രാഷ്ട്രീയക്കാരനായും പത്രപ്രവർത്തകനായും ജീവിതം രൂപപ്പെടുത്തിയ ശേഷമാണ് സർവീസ് ജീവിതത്തിലേക്ക് കടന്നത്. ചിത്രകാരൻ എന്ന നിലയിലും പ്രസിദ്ധനായിരുന്നു മലയാറ്റൂർ. 28-ാം വയസ്സിൽ 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ച മലയാറ്റൂർ രാമകൃഷ്ണൻ 31-ാം വയസ്സിലാണ് IAS-കാരനാവുന്നത്. 27 വർഷം നീണ്ട ഉദ്യോഗസ്ഥ ജീവിതം മടുത്തപ്പോൾ രാജിവെച്ച് അക്ഷരങ്ങളെ ചേർത്തുപിടിച്ചു. കേരളത്തിന്റെ സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ, ഔദ്യോഗിക രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന മലയാറ്റൂരിനെ തേടി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും വയലാർ പുരസ്കാരവും എത്തി. 1997 ഡിസംബർ 27 70-ാം വയസ്സിൽ അന്തരിക്കുമ്പോൾ മറ്റൊരു നോവലിന്റെ പണിപ്പുരയിലായിരുന്നു മലയാറ്റൂർ. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.